ആറാട്ടണ്ണന് മോഹൻലാൽ ഫാൻസിനോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? മോഹൻലാൽ ഫാൻസ് കുറച്ച് ടോക്സിക്കാണ്. കാരണം അവർ നരസിംഹ ശേഷം വന്ന ഫാൻസാണ്. മുമ്പോട് ഫാൻസ് വ്യത്യാസമുണ്ട്. ഞാൻ നരസിംഹ മുമ്പോട് ഫാനാണ്. പഴയ ലാലേട്ടർ 80 90 ലാലേട്ടർ ഫാനാണ്. നരസിംഹ ശേഷം വന്ന ഫാൻസ് വളരെ ടോക്സിക്കാണ്. മമ്മൂക്ക ഫാൻസ് അങ്ങനെ ടോക്സിക്കല്ല. അപ്പോൾ ഞാൻ തന്നെ ആദ്യം ആറാട്ടിൽ വൈറലായപ്പോൾ ഭീഷ്മയ്ക്ക് കയറിയപ്പോൾ അവർ ആറാടിക്കാൻ വേണ്ടി സ്വീകരിക്കുകയും ചെയ്തു. അത് മാത്രമല്ല ഇവരെല്ലാ തരം സിനിമയും അക്സെപ്റ്റ് ചെയ്യും. മമ്മൂട്ടി ഫാൻസാണ്. പിന്നെ നൻബോഗൽ അക്സെപ്റ്റ് ചെയ്യും. സെയിം ടൈം ടർബോ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ലാലിൻ്റെ ഫാൻസ് അങ്ങനെയല്ല. അവർ മീശ പിരിക്കുന്ന എസ്പെഷ്യലി ഈ സാഹചര്യം ഈ നരസിംഹം കഴിഞ്ഞു വന്ന ഫാൻസുകാർ മീശ പിരിക്കുന്ന അങ്ങനത്തെ പടം പ്രൊമോട്ട് ചെയ്യില്ല. അവർ പ്രണയം പടം പ്രൊമോട്ട് ചെയ്തില്ല. വില്ലൻ പടം മൂവി പ്രൊമോട്ട് ചെയ്തില്ല. അപ്പോൾ ആ ഒരു ഞാനുള്ള പഴയ ലാലിൻ്റെ ഫാനാണ് നരസിംഹം മുമ്പോട്ട്. ബസ്സൊക്കെ എന്നെ ഇഷ്ടപ്പെട്ടു. കാരണം എമ്പുരാൻ കുറച്ച് ഒരു 3 മണിക്കൂർ കുറച്ച് ടൈം കൂടുതലായിരുന്നു. മുഴുവൻ കണ്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ഒരു മാർക്കറ്റിങ്ങിലാണ് കാശിലാക്കിയത്. ശരിക്കും പറഞ്ഞാൽ നേരത്തെ മാർക്കറ്റ് ചെയ്ത് മലയാളികൾ മണ്ടന്മാരൊക്കെ ചെയ്ത്. മലയാളികൾ എങ്ങനെയാണ് എമ്പുരാൻ മണ്ടന്മാരൊക്കെ തോന്നുന്നത്? കാരണം ആ പടം കാണുന്ന മുമ്പേ അവർ രൂപ ഉണ്ടാക്കി വയ്ക്കും. മാർക്കറ്റിങ്ങിലൂടെയും എല്ലാം രൂപ ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ ആ പടം ആവറേജ് ആയുള്ളൂ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞാണ്. പക്ഷേ ആവറേജ് ലാലേട്ടൻ്റെ ഇപ്പോൾ പല മൂവിയും ഭയങ്കര ഹൈപ്പ് കൊടുത്തു. സാഗരിലൊക്കെ ആണെങ്കിലും ഓഡിയനാണെങ്കിലും പരക്കാറാണ്. ഭയങ്കര ഹൈപ്പ് കൊടുക്കുമ്പോൾ ആ പടം ആ എക്സ്പെക്ടേഷൻ അനുസരിച്ച് വരുന്നില്ല. പിന്നെ മമ്മൂക്കയ്ക്ക് മാത്രം 100 കോടി ക്ലബ് ഇല്ല എന്നൊക്കെ ചില ഫാൻസുകാർ പറയുന്നു. നമുക്ക് ഒരു താരത്തെക്കാളും മോർ നടനാണ്. ഒരു നടനാണ്. താരപതിയെക്കാട്ടും നല്ല നടനായിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാവാം അങ്ങനെ വരുന്നത്. പക്ഷേ കോടി ക്ലബ്ബുകൾ മൊത്തം മോഹൻലാലിനുള്ള കാര്യം, നല്ല അഭിനയത്തിലാണുള്ള കാര്യം. ഇപ്പോൾ ലാലേട്ടൻ ആണല്ലോ പണ്ട് ലാലേട്ടൻ നല്ല നടനായി. ഇപ്പോൾ ലാലേട്ടൻ മോഹൻലാൽ നടനെ കാണുന്നില്ല. മോഹൻലാൽ താരത്തെ മാത്രമേ കാണുള്ളൂ. ആറട്ടണ്ണ സിനിമയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മമ്മൂക്കയുടെ സിനിമ ഇപ്പോൾ ഏതൊക്കെ സിനിമയിൽ തല കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും മമ്മൂക്കയുടെ സിനിമയിൽ അഭിനയിച്ചതാണ്. ഇനി മുതൽ കോമ്പിനേഷൻ ഇല്ലെങ്കിലും അറിയപ്പെടാൻ പോണതിന് ബസൂക്കയിൽ അഭിനയിച്ചു എന്നുള്ള നിലയിൽ പേര് മാറും. ബസൂക്കണ്ണനായിട്ട് മാറുമോ? ബസൂക്കണ്ണനായിട്ട് മാറും. അത് പറയാൻ പറ്റില്ല. അപ്പോൾ ലാലേട്ടൻ ഫാനായിട്ടുള്ള അണ്ണൻ മമ്മൂക്കയുടെ പടത്തിലൂടെ ഇപ്പം ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടുമ്പോൾ എന്താണ് തോന്നുന്നത്? എങ്ങനെയാണ് സന്തോഷം? വളരെ സന്തോഷം തോന്നുന്നു. ഇത്രയും വലിയൊരു ആക്ടറും ഇത്രയും വലിയ സ്റ്റാർ ആളാണ്. എനിക്ക് ആ പുള്ളി നല്ല അഭിപ്രായം തന്നെയുള്ളൂ. പുള്ളിയുടെ സിനിമയിൽ ചാൻസ് കിട്ടിയത് വളരെ അറിയാം. നമ്മൾ ലാലേട്ടൻ ഫാൻ്റെ ലാലേട്ടൻ്റെ ഒരു സിനിമയിൽ നമുക്ക് അഭിനയിക്കാൻ പറ്റിയില്ല. മമ്മൂക്ക അങ്ങനെ ചാൻസ് തന്നു. വളരെ നന്ദി. മമ്മൂട്ടി എല്ലാ ആൾക്കാരെയും വ്യൂ ചെയ്യുന്ന ആളാണ്. എല്ലാ ചെറിയ ചെറിയ ആൾക്കാരെ പോലും പുള്ളി ഒബ്സർവ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, അപ്പോൾ മമ്മൂക്ക അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആറട്ടണ്ണന് അങ്ങനെ ഒരു അവസരം കിട്ടിയിരിക്കുന്നത് അല്ലേ? എനിക്കതിനെക്കുറിച്ച് അറിയില്ല. അവർ പ്രൊഡക്ഷൻ കൺട്രോൾ വിളിച്ചാണ്. മെയിൻലി എൻ്റെ അഭിനയ കഴിവുകൊണ്ടൊന്നുമല്ല, എൻ്റെ പോപ്പുലാരിറ്റി കൊണ്ടാണ് വിളിച്ചത്. നമുക്ക് അറിഞ്ഞിട്ടും അറിയില്ല. പക്ഷേ പുള്ളിക്ക് ഞാൻ പിൻവാങ്ങിയതും പുള്ളി ചിലപ്പോൾ ശ്രമിച്ചിട്ടുണ്ടോ. അപ്പോൾ പിൻവാങ്ങിയിട്ട് അവർ ആഡ് ചെയ്തു. അതിൽ എനിക്ക് നന്ദിയുണ്ട്. നല്ലൊരു ടീമാണ് അവർ. ബസൂക്കയുടെ ടീമല്ലേ? പുതിയൊരു സംവിധായകനാണല്ലോ. പടം ഷൂട്ട് ചെയ്യുമ്പോൾ ഉറപ്പായി നന്നായിട്ട് ഓടും. നല്ല കാരണം അങ്ങനത്തെ ടീമാണത്. കാരണം ബസൂക്കക്ക് നല്ല റെസ്പോൺസ് വന്നിരിക്കുന്നത്. ടൈറ്റിൽ കാർഡൊക്കെ ഒരു രക്ഷയില്ല. കിട്ടില്ല മാസമാണ്. പടം ഡിഗ്രേഡ് ആവുമോ? അതെന്താ അങ്ങനെ? ചില ആൾക്കാർ പറയും ഞാൻ അഭിനയിച്ചുകൊണ്ട് ഡിഗ്രേഡ് ചെയ്യാൻ നോക്കണമെന്നുള്ള. എനിക്ക് പടം നന്നായിട്ട് തോന്നിയാൽ ഞാൻ നിഷ്പക്ഷമായിട്ട് റിവ്യൂ പറയും. ഇപ്പോൾ ബാഡ് ബോയ് സിനിമ ഞാൻ അഭിനയിച്ച പടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ മോശം റിവ്യൂ പറഞ്ഞാണ്. ബസൂക്ക് ഇഷ്ടപ്പെട്ടു. അഭിനയിച്ചതായതുകൊണ്ടല്ലോ എനിക്ക് ഒട്ടും ലാഗ് തോന്നിയില്ല. വളരെ ത്രില്ലറായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് ഈ റോള് മമ്മൂട്ടിക്ക് ചെയ്യാൻ പറ്റില്ല, വേറെ ആർക്കും പറ്റില്ല. ഞാൻ അഭിനയിച്ചത് ഗൗതം മേനോൻ്റെ ഒപ്പവും സിദ്ധാർത്ഥ് ഭരത്തിൻ്റെ ഒപ്പമാണ്. ഗൗതം മേനോട് വളരെ സീരിയസ് ആയിട്ടുള്ള ഫിലിം മേക്കറാണ്. പുള്ളി ചിരിക്കാൻ പുള്ളി കൊണ്ട് പോകുന്നത് അത് ജാടയല്ല, ഗൗരവം കാരണമാണ്. അല്ലെങ്കിൽ നല്ലൊരു അനുഭവമായി. കമ്പയർ ചെയ്യണമെന്ന് വിചാരിക്കരുത്. ഇപ്പോൾ എമ്പുരാൻ സിനിമ ഇപ്പോൾ ഇറങ്ങിയപ്പോൾ 1.5 ആഴ്ച ആയിട്ടുള്ളൂ. ബസൂക്ക് വരുന്നു. രണ്ടും കൂടി കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഏതാണ് കൂടുതൽ ആറട്ടണ്ണന് ഇഷ്ടമായിട്ട് തോന്നിയത്? ബസൂക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. കാരണം എമ്പുരാൻ കുറച്ച് ഒരു 3 മണിക്കൂർ കുറച്ച് ടൈം കൂടുതലായിരുന്നു. മുഴുവൻ കണ്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ഒരു മാർക്കറ്റിങ്ങിലാണ് കാശിലാക്കിയത്. ശരിക്കും പറഞ്ഞാൽ നേരത്തെ മാർക്കറ്റ് ചെയ്ത് മലയാളികൾ മണ്ടന്മാരൊക്കെ ചെയ്ത്. മലയാളികൾ എങ്ങനെയാണ് എമ്പുരാൻ മണ്ടന്മാരൊക്കെ തോന്നുന്നത്? കാരണം ആ പടം കാണുന്ന മുമ്പേ അവർ രൂപ ഉണ്ടാക്കി വയ്ക്കും. മാർക്കറ്റിങ്ങിലൂടെയും എല്ലാം രൂപ ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ ആ പടം ആവറേജ് ആയുള്ളൂ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞാണ്. പക്ഷേ ലാലേട്ടൻ്റെ ഇപ്പോൾ പല മൂവിയും ഭയങ്കര ഹൈപ്പ് കൊടുത്തു. സാഗരിലൊക്കെ ആണെങ്കിലും ഓഡിയനാണെങ്കിലും പരക്കാറാണ്. ഭയങ്കര ഹൈപ്പ് കൊടുക്കുമ്പോൾ ആ പടം ആ എക്സ്പെക്ടേഷൻ അനുസരിച്ച് വരുന്നില്ല. അപ്പോൾ വെള്ളിയാഴ്ച ഇന്ന് 4 സിനിമകൾ ഇറങ്ങിയിരിക്കുന്നത്. വ്യാഴാഴ്ചയാണല്ലോ. വ്യാഴാഴ്ച ഓക്കെ മാറിപ്പോയി. വ്യാഴാഴ്ച 4 സിനിമകൾ ഇറങ്ങിയിരിക്കുന്നത്. 3 മലയാളം സിനിമ. മരണമാസ്, അതുപോലെ തന്നെ ബസൂക്ക, ഗുഡ് ബാഡ് അഗ്ലി, അജിത്തിന്റെ പടം. അപ്പോൾ ഇതിൽ വിന്നർ ആയിട്ടുള്ളത് ആരാണ്? എനിക്കറിയില്ല. ആൾക്കാരെ ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന ജിംഖാനെ തോന്നുന്നു. 4 സിനിമകളും കണ്ടോ? അല്ലേ, ഞാൻ ആകെ കണ്ട് ബസൂക്ക മാത്രമേ ഉള്ളൂ. ബാക്കി 2 പടം കാണുന്നുണ്ട്. ബസൂക്ക വിഷു ബോക്സ് ഓഫീസ് തൂക്കാൻ സാധ്യത. തൂക്കൻ്റെയാണ് ഒരു 50 കോടിയിലെ കളക്ട് മൂവിയാണ്. എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ മമ്മൂക്കയ്ക്ക് മാത്രം 100 കോടി ക്ലബ് ഇല്ല എന്നൊക്കെ ചില ഫാൻസുകാർ പറയുന്നു. നമുക്ക് ഒരു താരത്തെക്കാളും മോർ നടനാണ്. ഒരു നടനാണ്. താരപതിയെക്കാട്ടും നല്ല നടനായിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാവാം അങ്ങനെ വരുന്നത്. അപ്പോൾ ഈ കോടി ക്ലബ്ബുകളെയാണോ അതുപോലെ മമ്മൂക്കയുടെ സഞ്ചാരത്തെയാണോ ഏറ്റവും നല്ല രീതിയിൽ? മമ്മൂക്ക ഏറ്റവും നല്ല റോൾസാണ് ഇപ്പോൾ ചെയ്യുന്നത്. സെലക്റ്റീവായിട്ട് നല്ല സ്ക്രിപ്റ്റുകൾ ചൂസ് ചെയ്യുന്ന ഈ പുള്ളിയുടെ കരിയറിലെ ബെസ്റ്റ് ടൈമാണ് ഇപ്പോൾ. പക്ഷേ കോടി ക്ലബ്ബുകൾ മൊത്തം മോഹൻലാലിനുള്ള കാര്യം, നല്ല അഭിനയത്തിലാണുള്ള കാര്യം.
ഇപ്പോൾ ലാലേട്ടൻ ആണല്ലോ, പണ്ട് ലാലേട്ടൻ നല്ല നടനായി. ഇപ്പോൾ ലാലേട്ടൻ മോഹൻലാൽ നടനെ കാണുന്നില്ല, മോഹൻലാൽ താരത്തെ മാത്രമേ കാണുള്ളൂ, മോഹൻലാൽ നടനെ കാണുന്നില്ല. ലാലേട്ടൻ അതുപോലെ തിരിച്ചു കെട്ടാൻ ആഗ്രഹിക്കുന്നു, തുടരും എന്നുള്ള മൂവി ആയിരിക്കും ലാലേട്ടൻ തിരിച്ചു കെട്ടാൻ ആഗ്രഹിക്കുന്നു. ആറാട്ടന് മോഹൻലാൽ ഫാൻസിനോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? മോഹൻലാൽ ഫാൻസ് കുറച്ച് ടോക്സിക്കാണ്. കാരണം അവർ നരസിംഹം ശേഷം വന്ന ഫാൻസാണ്, മുമ്പോട്ട് ഫാൻസ് വ്യത്യാസമുണ്ട്. ഞാൻ നരസിംഹം മുമ്പോട്ട് ഫാനാണ്, പഴയ ലാലേട്ടൻ 80 90 ലാലേട്ടൻ ഫാനാണ്. ഈ നരസിംഹം ശേഷം വന്ന ഫാൻസ് വളരെ ടോക്സിക്കാണ്. മമ്മൂക്ക ഫാൻസ് അങ്ങനെ ടോക്സിക്കല്ല. അപ്പോൾ ഞാൻ തന്നെ ആദ്യം ആറാട്ടിൽ വൈറലായപ്പോൾ ഭീഷ്മയ്ക്ക് കയറിയപ്പോൾ അവർ ആറാടിക്കാൻ വേണ്ടി സ്വീകരിക്കുകയും ചെയ്തതാണ്. അത് മാത്രമല്ല ഇവരെല്ലാ തരത്തിലും അക്സെപ്റ്റ് ചെയ്യും. മമ്മൂട്ടി ഫാൻസാണ്, പിന്നെ നൻബോകൾ അക്സെപ്റ്റ് ചെയ്യും, സെയിം ടൈം ടർബോ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ലാലിൻ്റെ ഫാൻസ് അങ്ങനെയല്ല, അവർ മീശ ഭരിക്കുന്ന, എസ്പെഷ്യലി ഈ സാഹചര്യം ഈ നരസിംഹം കഴിഞ്ഞ് വന്ന ഫാൻസുകാർ മീശ ഭരിക്കുന്ന അങ്ങനത്തെ പടം മാത്രം പ്രൊമോട്ട് ചെയ്യുള്ളൂ. അവർ പ്രണയം പടം പ്രൊമോട്ട് ചെയ്തില്ല, വില്ലൻ വേണ്ട മൂവി പ്രൊമോട്ട് ചെയ്തില്ല. അപ്പോൾ ആ ഒരു ഞാനുള്ള പഴയ ലാലിൻ്റെ ഫാനാണ് നരസിംഹം മുമ്പുള്ള. അപ്പം ഇനി റിവ്യൂ നിർത്തി പൂർണ്ണമായ സിനിമയിലോട്ട് പോകും. റിവ്യൂ ഇവിടെ ഇപ്പോൾ തിയേറ്ററുകൊണ്ട് ഞാൻ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. ഇവിടുത്തെ തിയേറ്ററുകൊണ്ട് ഞാൻ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. അത് സിനിമാക്കാരുണ്ടാക്കുന്ന പ്രശ്നമാണ്, പുള്ളിയെ കൊണ്ട് സിനിമാക്കാരുണ്ടാക്കുന്ന പ്രശ്നമാണ്. ചില സിനിമാക്കാർ എന്നെ പറയുകയും കേട്ടത് അങ്ങനെയല്ല പറയണ്ടേ. അഭിനയം സത്യസന്ധയിൽ പറഞ്ഞതിന് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എത്ര അടിയിടിയിൽ ഞാൻ ഇവിടെ അനുഭവിച്ചു നിഷ്പക്ഷമായി. ഇപ്പോൾ ഞാൻ അഭിനയിച്ച പടം ബാഡ് ബോയ്സാണ്. ഞാൻ അഭിനയിച്ച പടമായിട്ട് പുള്ളി നെഗറ്റീവ് കൊടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബസ് നോക്കിയാൽ പോസിറ്റീവ് കൊടുത്തത് ഞാൻ അഭിനയിച്ച പടമല്ല, പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. റിവ്യൂ തുടരാൻ എനിക്ക് ആഗ്രഹമുണ്ട്, സമ്മതിക്കുന്നുണ്ട്. ഇവര് സത്യസന്ധമായിട്ട് റിവ്യൂ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് റിവ്യൂ കൂടുതൽ താല്പര്യം. അഭിനയം അത്ര കുഴപ്പമില്ല, അഭിനയിക്കുന്നുണ്ട്. പക്ഷേ അഭിനയം അങ്ങനെ വലിയ എൻജോയും ചെയ്യുന്നില്ല.